ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജയും അഭിയും വിചാരിച്ചിരിക്കുന്ന ആദർശ് ജയിലിൽ തന്നെ കിടക്കുകയാണെന്നുള്ള കാര്യമാണ്. അങ്ങനെ അവർ കുറച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഒരു തീരുമാനം എടുക്കുന്നത്. നയനയ്ക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ആ സ്വർണ്ണമാല അങ്ങ് കൈമാറാന്ന്. ആ നെക്ലേസും കൂടാതെ കുറച്ച് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സ്വർണവും നയനയ്ക്ക് കൈമാറുകയാണ്. അത് കാണുമ്പോഴേക്കും ജലജയുടെ കിളി അങ്ങ് പോവാ. ജലജ വിചാരിക്കുകയാണ്, ഇതുവരെ അതൊന്നും ശരിക്കും കാണാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല, അവക്കത് കൈമാറിയിരിക്കുന്നു എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നവീൻ വക്കീലാണെങ്കിൽ നന്ദുവിനെ കണ്ട് സംസാരിച്ച ശേഷം നന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ ഇതൊക്കെ അനി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അനി മനസ്സിൽ വിചാരിക്കുക, അയ്യോ ഇവന് പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുക, ഒരു രക്ഷയില്ല, നന്ദുവിനെ കാണാൻ പോവുക, ഞാനിനി ഇന്ന് പോയിട്ട് കാര്യമില്ല അങ്ങോട്ട്, എന്തായാലും ഇവനെ എങ്ങനെ പറഞ്ഞ് ഇതിൽ നിന്നൊന്നും ഡൈവേർട്ട് ചെയ്ത് വിടണം, അല്ലാതെ നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ ഇവൻ നടക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നൊക്കെ വിചാരിച്ച അനി അവിടെ ഇങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനാമികയാണെങ്കിൽ അനാമികയുടെ കാമുകനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം അവനെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിർത്തിയിട്ട് അനിയുമായിട്ടുള്ള കേസ് നടത്തി ആ പണം കിട്ടിയിട്ട് വേണം അനാമികയ്ക്കും കാമുകനും കൂടി കാനഡയിലേക്ക് പോകാനായിട്ട്. അതിന് വേണ്ടിയിട്ട് കാണാൻ പോവാണ് കാമുകനെ, സ്റ്റെഫിനെ. അങ്ങനെ സ്റ്റെഫിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വഴി തന്നെ അനിയാണ് കാണുന്നത്. എവിടെ പോകാൻ ഇറങ്ങിയാലും അവിടെ അനിയെ കാണുകയും രണ്ട് വഴക്കുണ്ടാക്കുകയും ചെയ്തില്ലെങ്കിൽ അനാമികയ്ക്ക് ഒരു സമാധാനവും ഇല്ല. അങ്ങനെ അങ്ങോട്ട് നേരെ കാണുമ്പോൾ കീരിയും പാമ്പുമായിട്ടുള്ള രണ്ട് പേരങ്ങ് കണ്ടുമുട്ടുക. അപ്പോൾ അനി വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ അനാമിക കറക്റ്റ് മുമ്പിൽ വരിക. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, തേടി വള്ളി കാലി ചുറ്റിയല്ലോ, എന്താടാ ഇവിടെ വായും പൊളിച്ച് നിൽക്കുന്നത്, ഇതാ നന്ദുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയല്ലേ, അങ്ങോട്ട് തിരിയാത്തതെന്തേ, അവൾ കിടപ്പാണെന്നൊക്കെ അറിഞ്ഞല്ലോ, ആരാണ്ട് അവളെ അടിച്ച് കാലൊടിച്ചിട്ടില്ലേ, ഇനിയും കിട്ടാൻ പോകുന്നേ ഉള്ളൂ, അവളുടെ കയ്യിലിരിപ്പിന് ഇനിയും പണി കിട്ടുമെന്ന് പറയാം. അപ്പോൾ അനി പറയാം, അതിന് നിനക്കെന്താ, അവളുടെ കാലൊടിഞ്ഞാലും കൈ ഒടിഞ്ഞാലും എന്തിനാ, നന്ദുവിനെ വെറുതെ വിട്, നമ്മൾ തമ്മിലുള്ള ഒരു അധ്യായമൊക്കെ അടഞ്ഞതല്ലേ, ഇനി എന്തിനാ നീ നന്ദുവിനെ അതിലേക്ക് വലിച്ചിടുന്നത്. അപ്പോൾ അനാമിക പറയാം, എടാ ഞാൻ നന്ദുവിനെ വലിച്ചിടും, നീ നന്ദുവും കൂടെ സമാധാനമായിട്ട് ജീവിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട, അതിനി അനാമിക ജീവിച്ചിരിക്കുമ്പോൾ നടക്കാൻ പോകുന്നില്ല, ഞാനിനി എവിടെയാണെങ്കിലും അതങ്ങ് മുടക്കാനായിട്ടുള്ള ശ്രമം നടത്തും, ഇപ്പോഴും നമ്മൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ള കാര്യം നീ മറന്നുപോയോ എന്ന് ചോദിക്കുക. പനി പറയുന്നുണ്ട്, മറന്നില്ലേ, ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കുമ്പോൾ ഞാനൊന്ന് ഞെട്ടാറുണ്ട് എന്ന് പറയണം. അപ്പം അനാമിക പറയുന്നുണ്ട്, നിനക്ക് ഡിവോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇങ്ങനെ നിരങ്ങിപ്പരങ്ങി അവളുടെ പുറകെ നടക്കണമെങ്കിൽ ഞാൻ ഇപ്പോഴും കേസ് കൊടുത്താൽ നിനക്കെതിരെ ആരോപണം വരുമെന്ന് പറയാണ്. പനി പറയുന്നുണ്ട്, എന്നിട്ട് എന്താ തമ്പുരാട്ടി അത് ചെയ്യാത്തത്, അല്ല എന്താ നീ അത് ചെയ്യാത്തത്, എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നീ അങ്ങ് ചെയ്യ്, അന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതല്ലേ, ഞങ്ങളുടെ അനന്തപുരി തറവാട്ടിലുള്ളവരെ മുഴുവൻ അങ്ങ് തീർക്കാനായിട്ട് നീയും നിൻ്റെ അച്ഛനും അമ്മയും എല്ലാം കൂടെ കച്ച കെട്ടി ഇറങ്ങിയിട്ട് എന്തായി, അവസാനം നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും മുമ്പിൽ നാണം കെടുകയും കോടതിയിൽ നിന്ന് ശിക്ഷ തിരിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്തില്ലേ, അതുകൊണ്ടൊന്നും മതിയായില്ലേ നിനക്കെന്ന് ചോദിക്കുക. അപ്പം അനാമിക പറയാം, അതൊരബദ്ധം പറ്റി, അതുകൊണ്ട് മതിയായൊന്നുമില്ല അനാമികയ്ക്ക്, അനാമിക അതുകൊണ്ടൊന്നും കളികൾ നിർത്താനും പോകുന്നില്ല, നിനക്കറിയാമല്ലോ, ഞാൻ അന്ന് അനന്തപുരിയിൽ നിന്റെ ഭാര്യയായിട്ട് കയറി വന്നത് അവിടുത്തെ സ്വത്തും പണവും ധനവും കണ്ടുകൊണ്ട് തന്നെയാ, അല്ലാതെ നിന്നെ കണ്ടിട്ടോ നിന്റെ മഹിമ കണ്ടിട്ടോ ഒന്നും അല്ല, അങ്ങനെയുള്ളപ്പോൾ ഈ അനാമിക അവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ മേടിച്ചിട്ട് തന്നെയേ പോവുള്ളൂ എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, ആയിക്കോ, കിട്ടാനുള്ളത് മേടിക്കാൻ അന്ന് എത്ര കോടിയാണ് നീ ചോദിച്ചത്, 20 കോടിയോ 30 കോടിയോ, എന്നിട്ട് നിനക്ക് എത്ര കോടി കിട്ടി, തിരിച്ച് പണം അടയ്ക്കേണ്ടി വന്നില്ലേ നിനക്ക്, ഇനിയും നീ കളി കാണാനേ ഈ അനി കാണും എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് അനാമേ, അതെ ഞാൻ കളിക്കാൻ പോവാണ്, എനിക്ക് എൻ്റെ നഷ്ടപരിഹാരം കിട്ടണം അനി, ഞാൻ നിന്നെ ശല്യപ്പെടുത്താനൊന്നും വരുന്നില്ലല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യവുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ നഷ്ടപരിഹാരം കിട്ടണം, കോടികളുടെ സ്വത്താ നിൻ്റെ പേരിലുള്ളത്, അതിലൊരു ശതമാനം എനിക്ക് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇത്രയും നാളും അനന്തപുരിയിലെ മരുമോളം എന്നുള്ള ലേബലിൽ ഞാനങ്ങ് ജീവിച്ചു, ഇനിയിപ്പം ഞാൻ കേസ് കൊടുക്കാൻ പോവാണ്, കേസ് കൊടുത്ത് നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം മേടിച്ചിട്ടേ പോവൂന്ന് പറയാം. പനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, നഷ്ടപരിഹാരം എത്രയാണെന്നങ്ങ് പറഞ്ഞാൽ മതി, തന്നേക്കാം, ഒഴിഞ്ഞു പോകണം, ഇനി തലയിൽ കയറിയിരുന്ന് നിരങ്ങാൻ വരാതിരുന്നാൽ മതി എന്ന് പറയാണ്.
അപ്പം അനാമിക പറയുന്നുണ്ട്, ആര് വരുന്നു? ഞാനത് കിട്ടിയാൽ പിന്നെ എൻ്റെ ജീവിതം നോക്കിപ്പോകും. ഈ നാട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാമെങ്കിൽ അങ്ങനെ അങ്ങ് പോകുമെന്ന് പറയാം. പനി പറയാ, ഹോ ദൈവത്തിന് നന്ദി, ഈ നാട് വിട്ട് നീ പോയാ ഈ നാട്ടിലുള്ള കുറേ പേരെങ്കിലും രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരിക. അനാമിക പറയും, പോടാ കോടതി കാണാൻ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞിട്ട് അനാമികയും പോവാണ്, അനിയും പോവാണ് കേട്ടോ. അങ്ങനെ അനാമിക നേരെ സ്റ്റെഫിൻ്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. സ്റ്റെഫിനാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. സ്റ്റെഫിൻ അതിലും വലിയ കള്ളനാണ്. അനാമികയുടെ പണം കിട്ടിയിട്ട് വേണം സ്റ്റെഫിന് നാട് വിടാമെന്ന് വെച്ചാൽ ഇരിക്കുന്നത്. 20 കോടി രൂപയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചെങ്കിലും പകുതിയെങ്കിലും കിട്ടിയ നാട് വിട്ടേക്കാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് സ്റ്റെഫിൻ. അനാമികയെ തലേ ചുമക്കാനൊന്നും സ്റ്റെഫിന് യാതൊരു താല്പര്യമില്ല. അനിയെ ചതിച്ച പോലെ തന്നെയും ചതിക്കുമെന്ന് ആ സ്റ്റെഫിന് നന്നായിട്ട് അറിയാം. പക്ഷെ അനാമികയുടെ വിചാരം സ്റ്റെഫിന് മൊത്തം ഒരു സന്തോഷകരമായ ജീവിതത്തിന് അനന്തപുരിയിൽ നിന്ന് കോടികളും കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് സ്റ്റെഫിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഇരുന്ന് മുഷിഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പം സ്റ്റെഫിൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് സമയമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, നീ എന്താ ലേറ്റ് ആയത്? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ ഞാൻ വന്ന വഴി ആ മാരണത്തിനെ കണ്ടു. അപ്പോൾ സ്റ്റെഫിൻ ചോദിക്കുക, ആരെ? നിൻ്റെ അച്ഛനെയോ? എടാ നിൻ്റെ അച്ഛനെ അല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ അനിയെ, അവനെ ഞാൻ കണ്ടു. അപ്പോൾ സ്റ്റെഫിൻ ചോദിക്കും, ഓ എന്നിട്ടെന്താ രണ്ടുപേരും കൂടെ പരസ്പരം കൊമ്പ് കോർത്തായിരിക്കും അല്ലേ? എൻ്റെ പൊന്നാനാമികയെ, അവനുമായിട്ടൊക്കെ ഒരു മയത്തിൽ നിൽക്ക്, എന്നാലേ നിനക്ക് അവിടുന്ന് നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടിന് അവനെ വാശി കയറ്റിയ നേരത്തെ അനുഭവിച്ച പോലെ തന്നെ കോടതിയിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങി പോരേണ്ടി വരും. പിന്നെ നമ്മുടെ കാര്യമൊന്നും നടക്കാനും പോകുന്നില്ലെന്ന് നീ ചിന്തിക്കണമെന്ന് പറയാം. അപ്പം അനാമിക പറയും, ഞാൻ അവനോട് വഴക്കിനൊന്നും പോയില്ല, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് എൻ്റെ നഷ്ടപരിഹാരം കിട്ടണം, അത് കിട്ടാൻ വേണ്ടി ഞാൻ കേസ് കൊടുക്കാൻ പോവാണ്. എത്രയും പെട്ടെന്ന് അത് നഷ്ടപരിഹാരം തന്നാൽ ഡിവോഴ്സും തന്നേക്കാന്ന്. അവൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നീ കേസ് കൊടുക്ക്, അപ്പോൾ നമുക്ക് കാണാം എന്ന് പറയുകയാണ്. അപ്പോൾ അനി പറഞ്ഞെന്ന് പറയുമ്പം സ്റ്റെഫിൻ പറയാം, ആ അത് നല്ല കാര്യമാണ്, എത്രയും പെട്ടെന്ന് നീ കിട്ടാനുള്ള കോടികൾ വാങ്ങിച്ചെടുക്കണം. അപ്പോൾ അനാമികയും പറയാം, ശരിയാ, എന്നിട്ട് നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് എടുത്ത് അതിലിടണം ആ പണം എന്ന് പറയണം. അപ്പോൾ സ്റ്റെഫിൻ പറയുന്നുണ്ട്, അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും പണമൊക്കെ വേണ്ടേന്ന് ചോദിക്കുക. അവർക്ക് വേണം, അച്ഛനാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ട്, അത് വീട്ടിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ നോക്കട്ടെ, നമ്മുടെ ആവശ്യത്തിനുള്ള പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മിച്ചം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം, അല്ലാതൊന്നും ഞാൻ കൊടുക്കില്ല. എനിക്ക് എൻ്റെ കാര്യമാണ് വലുത്. നമുക്ക് രണ്ടുപേർക്കും കൂടി നാട് വിട്ട് കാനഡയിലേക്ക് പോകണ്ടേ, അവിടെ ചെന്ന് ജീവിക്കേണ്ടേ ഒന്ന് സുഖമായിട്ട്. ഇത്രയും നാളും ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവൻ്റെയൊക്കെ കാല് പിടിച്ച് നടന്നത്. നമ്മുടെ രണ്ടിൻ്റെയും ജീവിതമാണ് ഞാൻ നോക്കുന്നതെന്ന് പറയാണ്. അപ്പം ഉടനെ സ്റ്റെഫിൻ ചോദിക്കുന്നുണ്ട്, ഓ നീ അങ്ങനെയായിരുന്നല്ലേ, അപ്പം അനിയോട് നിനക്ക് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ലല്ലേ? അപ്പം അനാമിക പറയാം, നീ എന്ത് വർത്തമാനമായി പറയുന്നത്? നിനക്കറിയാവുന്നതല്ലേ അനിയോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടല്ല അനന്തപുരി കയറി കൂടിയതെന്ന്. അപ്പോൾ സ്റ്റെഫിൻ ചോദിക്കുക, നിനക്ക് ഇതിനു മുമ്പ് ഒരു മലേഷ്യക്കാരൻ കാമുകനില്ലായിരുന്നോ? അവനോട് നിനക്ക് സ്നേഹം ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സ്റ്റെഫിനെ, നിനക്ക് ഈ കഥയൊക്കെ അറിയാവുന്നതല്ലേ, അങ്ങനെയുള്ളപ്പം നീ പിന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ സ്റ്റെഫിൻ പറയാ, ഈ പണവും നിനക്ക് കിട്ടിക്കഴിയുമ്പം നീ അവരെയൊക്കെ തഴഞ്ഞ പോലെ എന്നെയും തഴയോടി എന്ന് ചോദിക്കുമ്പം അനാമിക പറയാം, നിന്നെ തഴയാൻ നിൻ്റെ എന്ത് കണ്ടിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്? നിനക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പണമുണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇത് കിട്ടിയിട്ട് വേണം നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി സുഖമായിട്ടൊന്ന് ജീവിക്കാൻ. അതുകൊണ്ട് നിന്നെ തഴയൊന്നൊന്നും നീ ഓർക്കണ്ട. എന്താ നീ ഇപ്പം അങ്ങനെയൊക്കെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല, നിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ദേ എന്തെല്ലാം ചെയ്താലും എന്നെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ കൊല്ലാനൊന്നും നിന്നേക്കല്ലേ. അനാമിക പറയാം, എടാ മിണ്ടാതിരിക്കടാ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പം എന്നൊക്കെ പറഞ്ഞ് സ്റ്റെഫിനുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഏകദേശം ഓക്കെ ആക്കി വെക്കുകയാണ്. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരിക. വീട്ടിലേക്ക് വരുമ്പം വേണുവും രേവതിയുണ്ട്. ഉടനെ രേവതി ചോദിക്കുക, മോളെ നീ എവിടെ പോയതാ? സ്റ്റെഫിനെ കാണാൻ പോയതാണോ എന്ന് ചോദിക്കുക. അപ്പം വേണു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയാം, അതെ അവനെ കാണാൻ പോയതാ, പോയ വഴി ഞാൻ ആ അനിയൻ കണ്ടു എന്ന് പറയാം. അപ്പോൾ വേണു പറയാം, ആ നന്നായി, അനിയൻ കണ്ടത് നന്നായി. അവിടെ ആ ആദർശ്, അനന്തപുരിയിലെ ആദർശ് ദുബായിൽ ജയിലിൽ കിടക്കുക എന്ന് അഭി പറഞ്ഞു. അത് നമ്മൾ അറിഞ്ഞതല്ലേ. ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവൻ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അനി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ പറയുന്നുണ്ട്, ഇല്ല അതിനെക്കുറിച്ചൊന്നും അവൻ പറഞ്ഞൂല, ഞാൻ ചോദിച്ചുമില്ല. ഞാൻ എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ചും ഡിവോഴ്സിനെ കുറിച്ചും മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്കിപ്പം അനന്തപുരിക്കാരുടെ കുടുംബമഹിമയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അബി ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അത് പോരേച്ചാ.
അല്ല മതി, എന്നാലും മനസ്സിന് സുഖമുള്ള കുളിർമയുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഒരു സന്തോഷം തോന്നും, അതുകൊണ്ടാണ് മോളെ എന്ന് പറയുക. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരിയാ, നമ്മുടെ കാര്യമൊക്കെ ഓക്കെ ആയാൽ മതി. ആദർശ് എവിടെയെങ്കിലും കിടക്കുമോ കിടക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പിന്നെ നമുക്ക് കിട്ടാനുള്ള പണം കിട്ടുന്നതിന് മുമ്പ് അനന്തരവീടിക്കാരങ്ങ് തകർന്നു പോകാതെ ഇരുന്നാൽ മതി. കടം കയറി മുടിഞ്ഞു പോയാൽ ആ ഏയും ജോലിക്കാർ തകർത്താൽ നമുക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം കിട്ടുമോ വേണുവേട്ടാന്ന് ചോദിക്കുക. അപ്പം വേണു പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത് അനന്തപുരിക്കാർ അത്ര പെട്ടെന്ന് പാപ്പരാകുമെന്നോ? ഏയും ജ്വല്ലറി അതിന് 4 പ്രാവശ്യം കൂടി ജനിക്കണം. പക്ഷേ അനന്തപുരിക്കാരെ തീർക്കാൻ ജ്വല്ലറിക്കാർ നോക്കുന്നുണ്ട്. കേരളത്തിലും ദുബായിലും ഒക്കെ അവരാണ് ശത്രുക്കൾ പ്രധാനമായിട്ടും അനന്തപുരിയുടെ. അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി ജ്വല്ലറിയിൽ 3-4 പാർട്ട്നേഴ്സ് കൂടിയാണ് ചെയ്യുന്നത്. എന്നാലും അനന്തപുരിക്കാർക്കൊരു കോട്ടവും വരാനൊന്നും പോകുന്നില്ല. നമുക്ക് കിട്ടാനുള്ളത് കിട്ടാതിരിക്കാനും പോകുന്നില്ല എന്ന് പറയുക. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അവർ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആദർശ് അനന്തപുരിയിലുണ്ടല്ലോ. ജലജയും അഭിയും മാത്രം ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല. അവർ നല്ല സന്തോഷത്തിലാണ്. അവർ 2 പേരും കൂടെ പറയുന്നുണ്ട്, എന്തായാലും ആദർശ് അവിടെ ജയിലിൽ കിടക്കുകയാണല്ലോ, എന്നിട്ട് നയനയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് പറയുക. അപ്പം നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നവ്യ വന്നിട്ട് അഭിയോട് പറയാ, എടാ അഭി, ആദർശൻ്റെ കാര്യം എന്തെങ്കിലും നീ അറിഞ്ഞോന്ന് ചോദിക്കുക. അഭി പറയുന്നുണ്ട്, എന്തറിയാനാ, അവിടെ ജയിലിൽ കിടക്കല്ലേ, ഉടനെ ഒന്നും ഇറങ്ങാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ സ്വാധീനം വെച്ച് ഉടനെ എന്തെങ്കിലും ഇറക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം ജലജയം പറയാം, അതെ, അച്ഛൻ അതിനുവേണ്ടി ശ്രമിക്കും, കിണഞ്ഞ് പരിശ്രമിക്കും, അത്രയ്ക്ക് കാര്യം ആദർശന്, അച്ഛന് നല്ല സ്വാധീനമുണ്ട് എന്ന് പറയുക. അപ്പം അഭി പറയുക, എന്ത് സ്വാധീനം ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഊരിപ്പോരാൻ ഇത്തിരി പാടുപെടും. മാത്രമല്ല ഒരു കെണി പൊട്ടുമ്പോൾ അടുത്ത കെണി കൂടി അവർ ഒപ്പിച്ച് വച്ചിട്ടുണ്ട് ആ ജ്വല്ലറിക്കാരെന്ന് പറയാണ്. അപ്പം നവ്യക്കൊക്കെ സന്തോഷമാവുക. അപ്പം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ചില സംശയമൊക്കെ ഉണ്ട് അഭി, അതാ ഞാനിപ്പോൾ ഈ കാര്യം നിന്നോട് ചോദിച്ചതെന്ന് പറയാം. അപ്പം അഭി ചോദിക്കുന്നുണ്ട്, എന്ത് സംശയമാണ് നിങ്ങനെയൊക്കെ ഉള്ളത്? ആദർശേട്ടൻ അവിടെ ജയിലിൽ കിടക്കുകയാണെന്നുള്ള സംശയം അത് തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ ഇതിലെന്തൊക്കെയോ ഒരു പോസിറ്റീവായ കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നയനയും അത് മയും ഒക്കെ അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ജലജ ചോദിക്കുക, എന്താ നീ അങ്ങനെ ഇപ്പം പറയാൻ? അല്ല, അവരുടെ മുഖത്തൊക്കെ ആ പഴയ വിഷമമൊന്നുമില്ല. ആദർശേട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ പൊട്ടിക്കരയായിരുന്നു നയന. ഭക്ഷണം പോലും കഴിക്കാൻ കൂട്ടാകാതെ ഇരുന്ന അവളാ. പക്ഷെ ഇപ്പം അവൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നേ. അവൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. വലിയ ദുഃഖമൊന്നും അവളുടെ മുഖത്ത് ഞാൻ കാണുന്നില്ല. എല്ലാവരോടും പകരം വീട്ടിയതുപോലെ വെല്ലുവിളിക്കുന്ന പോലെയൊക്കെയാണ് അവൾ സംസാരിക്കുന്നത് എന്ന് പറയാം. അപ്പം ജലജയം പറയാ, ശരിയാ, അതെ, ദേവയാനി എന്ന് പറയുന്ന അവരുടെ മുഖത്തും അങ്ങനെ തന്നെയാണ്. എന്നെ ഇപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, വേലക്കാരിയെ പോലെ പണിയിപ്പിച്ചുകൊണ്ടിരിക്കുക. മകൻ ജയിലിലാണെന്നോ പുറത്തു വരാൻ സാധ്യതയില്ലെന്നോ ഉള്ള ഒരു ചിന്തയൊന്നും അവരുടെ മനസ്സിലും ഇല്ലല്ലോടാ അബി എന്ന് പറയാം. അബി പറയാ, അവരിപ്പം അങ്ങനെയുള്ള ചിന്തകളും കാണിച്ചിരുന്ന നമ്മുടെ മുമ്പിൽ തോറ്റുപോയില്ലേ, അതുകൊണ്ടാണ് ആ ഭാവമൊന്നും പുറത്തെടുക്കാത്തത്, ഉള്ളിൽ നന്നായിട്ട് കരയുന്നുണ്ടാവും അമ്മയെന്ന് പറയാണ്. അപ്പം നവ്യ പറയാ, അതല്ല, ആ നയന ഫോണിലൊക്കെ വിളിച്ച് ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, ആ റൂമിൽ ആരൊക്കെയോ ഉള്ള പോലെ എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ അഭി പറയാം, നീ ഒന്നും മിണ്ടാതിരിക്കും, ഇതൊക്കെ നിന്റെ തോന്നല, അല്ലെങ്കിലും സംശയരോഗം നിനക്ക് നേരത്തെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ആദർശ് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കണ്ട് സംസാരിച്ചതിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. ഇപ്പം ആദർശ് ജയിലിലാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് മറ്റുള്ളവരെല്ലാം സന്തോഷിക്കുകയായിരിക്കും. ജലജയും അബിയും നവ്യയൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും എന്ന് പറയുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, 2-3 ദിവസം കൂടി അങ്ങനെ ഇരിക്കട്ടെ. അതിനോടിടയ്ക്ക് ജലജയും അബിയും എന്തെങ്കിലുമൊക്കെ കളത്തിൽ ഒപ്പിച്ചു വയ്ക്കും. ആദർശ് ഇല്ലല്ലോ എന്നോർത്ത് നയനയെ ദ്രോഹിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്ത് കൂട്ടും, അത് കൂടി നമുക്ക് കാണാം എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശിയും പറയാം, അതൊക്കെ നേരാ, അത് ചെയ്യാൻ മടിയൊന്നുമില്ല. എന്തായാലും നയനമൊക്കെ ഇപ്പോൾ സന്തോഷമായി. ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ഈ സമയത്ത്, ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് നയനമോൾ ഇങ്ങനെ ഒരു ദുഃഖം താങ്ങേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പം ഒരുപാട് വിഷമിച്ചതാ. ഏതായാലും എല്ലാം നന്നായി വന്നല്ലോ എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയാം, നയനമോൾക്ക് ഇപ്പോൾ സന്തോഷമായിട്ടുണ്ട്, ആദർശനും നയനയ്ക്കും ഇനിയൊരു ദുഃഖവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നേ എന്ന് പറയാം. അപ്പം മുത്തശ്ശി പറയുന്ന, അതെ, നയനമോള് ഇപ്പം വിശേഷമുണ്ടല്ലോ, നമ്മുടെ അനന്തപുരിയിലേക്ക് ഒരു അനന്തരാവകാശിയെ കൂടി കൊണ്ടുവരാൻ പോവാണ്. ഈ സ്വത്തുക്കൾ മുഴുവൻ ആഗ്രഹിച്ചിരിക്കുന്നവരാ ജലജയും അബിയും ഒക്കെ. എന്നാൽ ഒരു സ്വത്തും ആഗ്രഹിക്കാത്തവരാ ആദർശും നയനയൊക്കെ. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, എന്ത് തീരുമാനമാണ് നീ എടുത്തതെന്ന് ചോദിക്കുക, താൻ എടുത്തതെന്ന് ചോദിക്കുക. അപ്പം പറയുകയാണ് മുത്തശ്ശി, അതെ,
നമ്മുടെയൊക്കെ പാരമ്പര്യമായിട്ട് കുറച്ച് സ്വർണം കൈമാറി വന്നിട്ടുണ്ടല്ലോ, അത് കുറേയൊക്കെ ഞാൻ ദേവയാനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നയനയ്ക്കും കുറച്ച് സ്വർണം കൊടുത്തു, നവ്യയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേ ഇപ്പം നമ്മുടെ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന കുറച്ച് ആഭരണങ്ങൾ കൂടി ഇരിപ്പുണ്ട്. ഒരു നെക്ലേസും കുറച്ച് വളകളും അങ്ങനെ കുറേ സാധനങ്ങൾ. അതൊക്കെ നയന മോൾക്ക് കൈമാറാൻ ഞാൻ തീരുമാനിച്ചു. എനിക്കും ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, എപ്പോഴാ എന്താ എങ്ങനെയാ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല കുട്ടികളുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുക. അതിനു മുമ്പ് ഇങ്ങനെ ഒരു തീരുമാനം നടത്തണമെന്ന് എനിക്ക് തോന്നി. ഇതാ ഇപ്പം നല്ല സമയം. നയനമോള് ഭാവിയിലെ ഒരു അനന്തരാവകാശിയെ കൊണ്ടുവരാൻ പോകുന്ന സമയമല്ലേ, ആ സമയത്ത് തന്നെ ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കാമെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാ, അത് നമ്മൾ ഇതെല്ലാം കൈ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് രണ്ടാൾക്കും പ്രായമാകുകയും ചെയ്തു, കുട്ടികളൊക്കെ വളർന്ന് വലുതായി അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ഇനിയും ഇതൊക്കെ ഇങ്ങനെ വച്ചുകൊണ്ടിരുന്ന ആ കുരുട്ടുപൂത്തി പിടിച്ച ജലജയും അബിയും ഒക്കെ ഇത് കൈക്കലാക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നയനമോളെ ഇതെല്ലാം ഏൽപ്പിക്കണം എന്ന് പറയാം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതെ നയനമോളെ ഇതെല്ലാം ഏൽപ്പിക്കണം. പക്ഷേ നയനമോൾ ഇതൊന്നും സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം മോക്ക് ഇതിനോടൊന്നും ആഗ്രഹമില്ല എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആഗ്രഹമല്ലല്ലോ, ഇതൊരു സമ്പത്തല്ലേ, ഇത് സൂക്ഷിച്ചു വെച്ച് ഭാവി തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ നല്ല ആളുകളിൽ ഏൽപ്പിക്കണം. ജലജിയോ അബിയോ ഒക്കെ ഏൽപ്പിച്ചാൽ പിന്നെ ആ സാധനം എതിലേ പോയിന്ന് കാണാൻ പോലും കാണില്ല. നയനമോളാണെങ്കിൽ എത്ര ബുദ്ധിമുട്ട് വന്നാലും അത് സൂക്ഷിച്ച് കൊണ്ടു നടക്കാൻ കരുത്തുള്ളവളാണ്. അതുകൊണ്ട് നയനമോളെ തന്നെ താൻ ഏൽപ്പിച്ചാൽ മതിയെന്ന് പറയാം. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പം നയനമോക്ക് കൊടുക്കുകയാണെങ്കിൽ അബിയുടെയും ജലജയുടെയും നവ്യയുടെയും ഒക്കെ കിളി പോകും. കാരണം നവ്യ ഇപ്പം അസൂയയും കുശുമ്പും മാത്രമായിട്ട് നടക്കുകയാണ്. അപ്പം അവരും എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമെന്ന് പറയാണ്. അപ്പം എന്തായാലും നമുക്കത് അടുത്ത ദിവസം തന്നെ കൊടുക്കാമെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നയനയെ വിളിക്കുകയാണ്. അപ്പം ജലജയും ജാനകിയും എല്ലാവരും ഉണ്ട് കേട്ടോ, ദേവയാനി എല്ലാവരും ഉണ്ട്. അപ്പം നയനയോട് മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, അതെ നയന മോളെ, ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അതങ്ങ് ഏൽപ്പിക്കുകയാണ്. ഒരു ഉത്തരവാദിത്തം തന്നെയാണ് നയന മോളെ ഇത് എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, എന്ത് ഉത്തരവാദിത്തം മുത്തശ്ശ, എന്ത് ഉത്തരവാദിത്തം മുത്തശ്ശനും മുത്തശ്ശിയും ഏൽപ്പിച്ചാലും അത് കരുതലോടെ ഞാൻ നോക്കിക്കോളാന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, കരുതലോടെ കൊണ്ടുപോകണം, നമ്മുടെ അനന്തപുരിയുടെ പാരമ്പര്യമാണ് അത് എന്ന് പറയാണ്. അപ്പം നയന ചോദിക്കുക, എന്താ മുത്തശ്ശാന്ന് ചോദിക്കുക. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ ജലജയ്ക്ക് അലർജി ആവുക. ഇവക്കിനി എന്താ കൊടുക്കാൻ പോകുന്നത്, ഇതെല്ലാം കൂടി ഇനി ഇവക്ക് എഴുതി കൊടുക്കാൻ പോവാണോ എന്നൊക്കെ ജലജ ഇങ്ങനെ ചിന്തിക്കുക. അപ്പം മുത്തശ്ശി പറയുക, ദേ ഈ ആഭരണങ്ങൾ കണ്ടോ, ഈ ആഭരണങ്ങൾ നയന മോളെ ഞങ്ങൾ ഏൽപ്പിക്കാൻ പോവാണെന്ന് പറയാം. അപ്പം നയന ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ട് നയന പറയുന്നുണ്ടേ, വേണ്ട, അങ്ങനൊന്നും വേണ്ട മുത്തശ്ശ, ഇതൊന്നും എന്നെ ഏൽപ്പിക്കണ്ട, ഇതൊന്നും സൂക്ഷിക്കാനൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല, ഇത് സൂക്ഷിക്കാനായിട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാളിവിടെ നയനമോള് തന്നെയാണ്. ദേവയാനിക്കും പറ്റും, പക്ഷേ ദേവയാനിയുടെ മരുമോളായ നയനമോക്കാണ് ഇതിനൊക്കെ അർഹതയുള്ളത് എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അയ്യോ വേണ്ട, മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ സൂക്ഷിച്ചാൽ മതി, ഇതൊന്നും ഇത്ര വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എന്നെ ഏൽപ്പിക്കില്ലേ എന്ന് പറയുക. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുകയാണെ, അത് അങ്ങനെയല്ല മോളെ, ഇത് മോളെ ഏൽപ്പിച്ച ഇത് സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം, മറ്റാരെ ഏൽപ്പിച്ചാലും ഇത് ഇത്രയും സുരക്ഷിതമാവുകയല്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും പ്രായമൊക്കെ ആയി, ഇനിയിപ്പോൾ ഇത് മോളാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒരു വലിയ നെക്ലേസ് ഉൾപ്പെടെ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ നയനയുടെ കൈമാറുകയാണ്. അപ്പം നയന സന്തോഷത്തോടെ സ്വീകരിക്കുക. നയന പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് ഇത് എന്നെ ഏൽപ്പിച്ചതിൽ, ഇതെന്നും ഞാൻ കാത്തു സൂക്ഷിക്കുകയും ഭാവി തലമുറയ്ക്ക് കൈമാറുകയും ഒക്കെ ചെയ്തോളാം എന്ന് പറയാം. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, സൂക്ഷിച്ച് അലമാരിയിൽ വെച്ച് പൂട്ടണം എന്ന് പറയാം. അങ്ങനെ നയന ഈ ആഭരണങ്ങൾ അലമാരിയിൽ കൊണ്ടുവച്ച് പൂട്ടുവാണ് കേട്ടോ. അതേസമയം ആദർശ് ആ റൂമിലുണ്ട്, ആദർശിനെ കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, താനിത് സൂക്ഷിച്ചോണം, മുത്തശ്ശി പാരമ്പര്യമായിട്ട് കൈമാറി വന്ന മുതലാണ്, ഈ വീട്ടിൽ തന്നെ ഒരുപാട് കള്ളന്മാരുള്ളത് കാരണം ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ താനിത് സൂക്ഷിക്കണം എന്ന് പറയാം. അങ്ങനെ അലമാരി വെച്ച് പൂട്ടുന്നുണ്ട്. ആദർശും അത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജലജയ്ക്കും അബിക്കും അസൂയ കൊണ്ട് ഇരിക്കാൻ വയ്യ. ആ ജലജ പറയാണ്, കണ്ടില്ലേ ആ ആഭരണങ്ങൾ, അത് എത്ര വിലപിടിപ്പുള്ളതാണെന്നറിയാവോ, രത്നങ്ങളൊക്കെയാണ് പതിപ്പിച്ചിരിക്കുന്നത്, വർഷങ്ങളായിട്ട് കൈമാറി വരുന്നതാണ്, അതൊന്ന് ഇടാനും അതൊന്ന് കൈ പിടിക്കാനും പോലും ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങളെ ആരെയും അത് ഏൽപ്പിച്ചിട്ടില്ല, ഇപ്പം ദേ അവളെ ആ നയനിയെ ഏൽപ്പിച്ചിരിക്കുന്ന കണ്ടോ, ഒന്ന് കാണാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അത്, എന്തായാലും അവൾക്കൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ, അത് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയാം.
അപ്പോൾ അബിയോട് പറയുന്നുണ്ട്, നീയും എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അബി ഞാനും നിൽക്കാം, അമ്മ വാ എന്നും പറഞ്ഞ് പോയി അങ്ങനെ നയനയില്ലാത്ത സമയം നോക്കി മുറി കയറി അലമാരിയൊക്കെ തുറന്ന് ഈ ആഭരണം ഇങ്ങെടുത്ത് നോക്കിയിട്ട് ജലജല കണ്ണ് അള്ളിപ്പോവുക. ദൈവമേ, ഇത് കണ്ടോ, ഇത് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാണെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ അബി ചുറ്റും നോക്കിയിട്ട് പറയുക, അത് അമ്മേ, അതവിടെ വെക്കാമേ, അതങ്ങനെ എടുത്താ സ്ഥാനം മാറി ഇരിക്കുന്നതൊക്കെ കണ്ട് അവൾക്ക് മനസ്സിലാവും നമ്മളായിരിക്കും ഇത് ചെയ്തതെന്ന് അവൾ പറയൂന്ന് പറയുക. അപ്പോൾ ഉടനെ ജലജ പറയുന്നുണ്ട്, നമ്മളാന്ന് പറയല്ല, ഞാൻ തന്നെ ഇതങ്ങ് എടുക്കും, എന്നിട്ട് അവളുടെ തലയിലേക്ക് വെക്കും. ഒന്നും കാണാതെ കിടന്നവളല്ലേ, ഈ പാരമ്പര്യ സ്വത്ത് നഷ്ടപ്പെടുത്തിയെന്ന് തന്നെ വരുത്തും ഞാനിതങ്ങ് എടുക്കാൻ പോവാ, നീയും എൻ്റെ കൂടെ നിന്നോണമെന്ന് പറയാം. അങ്ങനെ ആ മാല എടുത്തിട്ട് ജലജ പോവാണ്, അബിയും കൂടി. ഇതെല്ലാം നമ്മുടെ ആദർശ് കാണുകയും ആദർശ് അതെല്ലാം വീഡിയോയിൽ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാരും കണ്ടിട്ടില്ല എന്നുള്ള ധാരണയിൽ അവർ പോവുക. എന്നിട്ട് പിറ്റേ ദിവസം നയന തന്നെ പറയുന്നുണ്ട്, ആദർശ് പറയുന്നുണ്ട് നയനയോട് അവരിത് കൊണ്ടുപോയി എന്ന്. അങ്ങനെ നയന തന്നെ മുത്തശ്ശൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കേട്ടോ ഈ ആഭരണം കാണാതെ പോയെന്ന്. അപ്പോൾ ജലജ പറയാ, നീ തന്നെ എടുത്തതായിരിക്കും, നീ തന്നെ നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കൊടുത്തതായിരിക്കും, അല്ലാതെ ഇവിടെ നിന്ന് നഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല എന്ന് പറയാം. അപ്പോൾ സത്യങ്ങളൊക്കെ അങ്ങ് പുറത്ത് വരികയാണ്. നമ്മുടെ ആദർശ് അവിടെ രംഗപ്രവേശം ചെയ്ത് സംഭവം എല്ലാം വിശദീകരിക്കുകയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അടിപൊളി എപ്പിസോഡുകളാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്